ഇന്ന് 2026 ഏപ്രിൽ 21 തൃശൂർ ജില്ലയിലെ മുണ്ടത്തിക്കോട് വീണ്ടും വെടിക്കെട്ടുപുരയിൽ നിന്നും മരണത്തിന്റെ ഗന്ധം ഉയർന്നിരിക്കുന്നു. എന്റെ വീടിന് വെറും 10 മിനിറ്റ് ദൂരത്ത് ആകാശത്തേക്ക് ഉയർന്ന ആ പുകച്ചുരുൾ വെറും കരിമരുന്നിൻ്റെതല്ല, ഒരു കൂട്ടം മനുഷ്യരുടെ അവസാന ശ്വാസത്തിൻ്റെതാണ്. ആഘോഷങ്ങൾക്ക് പൊലിമ കൂട്ടുവാൻ കരിമരുന്ന് തീ കൊളുത്തുമ്പോൾ അത് സ്വന്തം ചിതയ്ക്കുള്ള തീയാണെന്ന് ആ പാവങ്ങൾ അറിഞ്ഞു കാണില്ല. ഓരോ അപകടം നടക്കുമ്പോഴും നാം ചോദിക്കുന്ന അതേ ചോദ്യം മുണ്ടത്തിക്കോടിൻ്റെ മണ്ണിലും ഇന്ന് മുഴങ്ങുന്നു: ഇനി എത്ര ജീവനുകൾ? മുണ്ടത്തിക്കോട് ഇന്നൊരു ഞെട്ടലായി മാറുമ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ പരവൂർ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലുണ്ടായ ആ മഹാദുരന്തം നമ്മുടെ കൺമുമ്പിൽ തെളിയുന്നു. 2016 ഏപ്രിൽ 10 110-ലധികം പേർ ജീവനെടുത്ത 350-ലേറെ പേരെ നിത്യരോഗികളാക്കി മാറ്റിയ ആ വെടിക്കെട്ട് സ്ഫോടനം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുരുതിയായിരുന്നു. നിയമങ്ങൾ ലംഘിച്ചും അനുമതിയില്ലാതെയും നടത്തിയ ആ മത്സര വെടിക്കെട്ട് ഒരു ഗ്രാമത്തെ മുഴുവൻ ശ്മശാനമുഖമാക്കി മാറ്റി. 1.5 കിലോമീറ്റർ ദൂരെയുള്ള കെട്ടിടങ്ങൾ വരെ തകർന്നു വീണ ആ സ്ഫോടനം ഇന്നും നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയമായി അവശേഷിക്കുന്നു. പുറ്റിങ്ങലിന് മുമ്പ് ശേഷവും കേരളം പഠിച്ചിട്ടില്ല. 1952 ശബരിമലയിൽ 65 പേരുടെ ജീവനെടുത്ത ദുരന്തം. 1990 മാലനടയിൽ 26 പേർ കൊല്ലപ്പെട്ട സംഭവം. തൃശൂർ പൂരനഗരയിൽ പല വർഷങ്ങളായി നടന്ന സ്ഫോടനങ്ങൾ പട്ടിക നീളുകയാണ്. അറിവുണ്ടായിട്ടും തിരിച്ചറിവില്ലാത്ത മലയാളി, സാക്ഷരതയെ പറ്റി വീമ്പ് പറയുന്ന നമ്മൾ, ഓരോ ആഘോഷത്തിനും വെടിക്കെട്ടിനു വേണ്ടി വാശി പിടിക്കുമ്പോൾ ബലി കൊടുക്കുന്നത് നിരപരാധികളെയാണ്. തൊഴിലിടങ്ങൾ സുരക്ഷിതമാക്കേണ്ട ഭരണകൂടവും നിയമങ്ങൾ നടപ്പിലാക്കേണ്ട നീതിന്യായ വ്യവസ്ഥയും ഇത്തരം അപകടങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും കാഴ്ചക്കാരാകുന്നു. മുൻകരുതലുകൾ വെറും കടലാസുകളിൽ ഒതുങ്ങുന്നു. വെടിക്കെട്ട് അപകടം നടക്കുമ്പോൾ നിലവിളിക്കുകയും പരിക്കേറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മൾ തന്നെയാണോ അതിൻ്റെ മുൻപും പിൻപും ഈ കരിമരുന്ന് പ്രയോഗങ്ങളെ ആഘോഷമാക്കി മാറ്റുന്നത്? നമ്മുടെ പൃഷ്ഠം കൊണ്ടുള്ള ഈ ചിന്ത എന്ന് അവസാനിക്കും? തൃശ്ശൂർ പൂരവും മറ്റു പെരുന്നാളുകളും വരാനിരിക്കുകയാണ്. സാമ്പിളും പുലർച്ചെ വെടിക്കെട്ടും ഗംഭീരമാക്കുവാൻ പണം വാരിയെറിയുന്നവർ ഓർക്കുക, ഓരോ അമിട്ടും പൊട്ടുമ്പോൾ തകരുന്നത് ഒരു സാധാരണക്കാരൻ്റെ ജീവിതമാണ്. ഈ ആഘോഷങ്ങൾക്കിടയിൽ ഒരു ആന ഇടഞ്ഞാലോ ഒരു സ്ഫോടനം നടന്നാലോ ഉണ്ടാകുന്ന കൂട്ടമരണത്തിൻ്റെ വ്യാപ്തി ചിന്തിക്കാൻ പോലും സാധിക്കില്ല. മരണത്തിൻ്റെ വ്യാപാരികൾക്ക് കൂട്ടുനിൽക്കാതെ സുരക്ഷിതമായ ആഘോഷങ്ങൾക്കായി നമുക്ക് കൈകോർക്കാം. കാരണം മനുഷ്യജീവനേക്കാൾ വലുതല്ല ഒരു ആചാരവും.